നമസ്കാരം, രാഹുൽ വാണിയമ്പാറയാണ്. വാണിയമ്പാറ ഏതൻസ് മെഡിക്കൽ സെൻറ്റർ ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കും. വാണിയമ്പാറയെ സംബന്ധിച്ച് ഒരു ഒരു ക്ലിനിക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെൻറ്റർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വടക്കഞ്ചേരി അല്ലെങ്കിൽ പട്ടിക്കാട് വരെ ആളുകൾക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നിരന്തരം അപകടങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ദേശീയപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നൊരു പ്രധാനപ്പെട്ടൊരു ഗ്രാമമാണ് വാണിയമ്പാറ. അപ്പോൾ എന്തായാലും വാണിയമ്പാറയിൽ മെഡിക്കൽ സെൻറ്റർ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ തുടങ്ങുന്ന മെഡിക്കൽ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട സേവനങ്ങൾ ശിശുരോഗ വിഭാഗമുണ്ട്, നേത്ര വിഭാഗമുണ്ട്, ജനറൽ ഫിസിഷ്യനുണ്ട്, എല്ല് രോഗ വിഭാഗമുണ്ട്, ത്വക്ക് രോഗ വിഭാഗമുണ്ട്. അതേപോലെ തന്നെ ലാബ്, ഫാർമസി ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് 24 hours ആക്കി മാറ്റാനുള്ള എല്ലാവിധ പണികളും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്കൊരു ആശംസകൾ നേരെയാണ്. ആശുപത്രി ആയതുകൊണ്ട് തന്നെ വിജയിക്കട്ടെ എന്ന് പറയുക എന്നല്ല, നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് എമർജൻസി സിറ്റുവേഷനിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലാണ്. അപ്പോൾ അതിന് ഉപകാരമാവുന്ന രീതിയിൽ വരട്ടെ. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം. പട്ടിക്കാട് പഞ്ചായത്ത് നമ്മുടെ സ്കൂളിൻ്റെ പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഏതൻസ് മെഡിക്കലിൻ്റെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ വാണിയമ്പാറ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. സ്പോട്ട് വന്നിട്ട് വാണിയമ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിലാണ് ഈ ഏതൻസ് മെഡിക്കൽ സെൻറ്റർ വരാൻ പോകുന്നത്. അതായത് വാണിയമ്പാറയിൽ നിന്ന് കൊമ്പഴയ്ക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് കാണാം. നമുക്കൊപ്പം വാർഡ് മെമ്പറുണ്ട്, ഷീല അലക്സ്. ചേച്ചി, എന്താണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാണിയമ്പാറയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്ലിനിക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? വാണിയമ്പാറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേശീയപാത കടന്നു പോകുന്ന സ്ഥലമാണ് വാണിയമ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ ഈ ടീമിനെ അഭിനന്ദിക്കുകയാണ്. ഏത് സമയവും വാഹന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനൊരു ക്ലിനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉള്ളത് വാണിയമ്പാറ ഹെൽത്ത് സെൻറ്ററിൽ മാത്രമാണ്. പക്ഷെ ഇങ്ങനൊരു ക്ലിനിക്ക് തുടങ്ങിയത് കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്കും അതുപോലെ വഴിയെ പോകുന്ന യാത്രക്കാർക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരു ക്ലിനിക്ക് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പട്ടിക്കാട് വരെ പോകേണ്ടതാണ്. അപ്പോൾ ഇത് തുടങ്ങിയത് ഈ പ്രദേശത്തിനെ സംബന്ധിച്ചും ഇതിലേക്കുള്ള യാത്രക്കാരെ സംബന്ധിച്ചും ഏറ്റവും സൗകര്യപ്രദമാണ്. നമുക്കറിയാം, ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും തുടങ്ങുമ്പോൾ നല്ല ഒരു നല്ലൊരിത് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്താ വെച്ചാൽ രോഗികളില്ലാത്ത നാട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും അതുപോലെ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഏറ്റവും ഉപകാരമാണ് ഇങ്ങനെ ഏതൻസ് എന്ന് പറയുന്ന ആ ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, പട്ടിക്കാടുണ്ട്, സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ഇവിടെ വാണിയമ്പാറ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്ത നമ്മുടെ പലിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. പലിച്ചേട്ടൻ്റെ ബിൽഡിങ്ങിലാണ് തുടങ്ങുന്നത്. ഇതിന് മുൻകൈ എടുത്ത എല്ലാവരെയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ എന്ന നിലയിൽ, 8ാം വാർഡ് മെമ്പർ എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ വാണിയമ്പാറ തുടങ്ങുന്ന ഏതൻസ് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇന്ന് 10 മുതൽ ഉച്ച വരെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. അതേപോലെ ഈ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ പൈൽച്ചേറിൻ്റെ ബിൽഡിങ്ങിലാണ്. ഇവിടെ കരിമ്പിൻ ജ്യൂസ്, ഫ്ലവർ മില്ലൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിൽ, അതിൻ്റെ തൊട്ടടുത്തുള്ള പുതിയ ബിൽഡിങ്ങിലാണ് വരുന്നത്. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതുപോലെ തന്നെ വടക്കഞ്ചേരി, എളനാട് ഭാഗത്തുള്ളവരൊക്കെ പ്രയോജനപ്പെടുത്തുക. വാണിയമ്പാറയിൽ വന്ന ഏതൻസ് മെഡിക്കൽ സെൻറ്ററിൻ്റെ മുന്നിൽ നിന്നും രാഹുൽ, വാണിയമ്പാറ.